കവിതേ, നിന്നോട് ഇന്നലെ അവൻ വിളിച്ചവൻ പറഞ്ഞല്ലോ ശ്രീധരത്തിന്റെ ബാക്കി മേടിച്ചോണ്ട് വരുന്ന കാര്യം എന്തായി? ഒരു കാര്യം ഒരു മറുപടിയും പറഞ്ഞില്ലല്ലോ. അച്ഛനോട് ചോദിക്കാന്ന് പറഞ്ഞ എൻ്റെ അച്ഛനും മരിച്ചു പോയിട്ട് ഇന്ന് 1 മാസം കഴിഞ്ഞ് ഒരു മറുപടിയും തന്നിട്ടില്ല. നിന്റെ തള്ളക്കാണെങ്കിൽ വയ്യ. ഇനി അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകണ്ടേ? അതുകൊണ്ട് ഇന്ന് നീ ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോക്കോ. വീട്ടിൽ പോയി ശ്രീധരത്തിൻ്റെ കാര്യം ഒരു തീരുമാനം വന്നിട്ട് ഇങ്ങോട്ട് കയറി വന്നാൽ മതി. എൻ്റെ മോനെ ഇങ്ങനെ പറ്റിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവന് കൊടുക്കാമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞല്ലേ. അത് തന്നിട്ട് വന്നാൽ മതി. നീ ഇന്ന് തന്നെ വീട്ടിൽ പോക്കോ. ഉച്ചയ്ക്ക് ഇവിടുത്തെ ജോലി കഴിഞ്ഞ് വെച്ച് വീട്ടിൽ പോക്കോ. അതെ, ഞാൻ നോക്കിയിരിക്കുമായിരുന്നു ഇങ്ങനെ പറയാൻ. കുറേ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ തരാൻ അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടമായിരുന്നു കുറേ നാൾ. ഇനിയിപ്പോൾ കഴിഞ്ഞതൊക്കെ 1 മാസമായില്ലേ. ഇനി പോയി ചോദിക്കത്. ഇന്ന് തന്നെ പോണേ. വൈകിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പൊക്കോ. അമ്മയ്ക്ക് വയ്യ. അടുത്ത 1 മാസമെങ്കിലും സാവകാശം കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ സഞ്ചയനങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുമല്ലേ. പൈസയൊക്കെ ആശുപത്രിയിലൊക്കെ ഒത്തിരി ചിലവായി. വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് 1 മാസത്തെ സാവകാശം കൊടുത്താൽ ആ വീട് സ്ഥലവും കൂടെ വിൽക്കുന്ന കാര്യം നോക്കാമെന്ന് പറഞ്ഞു. അമ്മയെ കൊണ്ട് ഇപ്പം പെട്ടെന്ന് എടുക്കുമെന്ന് പറയുമ്പോൾ തിരിച്ച് തരാമെന്ന് പറഞ്ഞു. അത് അമ്മയ്ക്ക് തരും. പക്ഷേ അമ്മയ്ക്ക് ഇച്ചിരി സാവകാശം കൊടുക്കാൻ പറഞ്ഞു. അമ്മയ്ക്ക് തീരെ വയ്യ. ഹോസ്പിറ്റലിലൊക്കെ പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വന്നത്. ചേട്ടനോട് ഞാൻ പറയാം. ചേട്ടൻ പറഞ്ഞാൽ എന്തെങ്കിലും അമ്മ ഒന്ന് ചേട്ടനോട് പറഞ്ഞാൽ മതി. തരത്തില്ലെന്ന് പറഞ്ഞില്ല. അത് ആ സ്ഥലം വിൽക്കണമെങ്കിൽ തന്നെ ആരെങ്കിലും വരണ്ടേ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ശ്രീധരത്തിന്റെ ബാക്കി തരാം. നീ ഇങ്ങോട്ട് കയറണ്ട. എവിടെയാന്ന് വെച്ചാൽ പൊക്കൂ. അമ്മയെടുക്ക പോവോ. എവിടെയാന്ന് വെച്ചാൽ അവനെ വിളിച്ച് ഞാൻ പറഞ്ഞോളാം. എനിക്കറിയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ബാക്കി തന്നേ പറ്റത്തുള്ളൂ. അത്യാവശ്യമാണ്. നീ എവിടെയാന്ന് വെച്ചാൽ പോയി. ഇറങ്ങിക്കോ അവിടുന്ന്.